കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചാമ്പ്യൻ ലീഗിന്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരം ഇന്നും നാളെയുമായിട്ട് നടക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി രണ്ട് പവർ ഹൗസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കിടിലം ഫസ്റ്റ് ലെഗ് പോരാട്ടം തന്നെ നടക്കാൻ പോകുന്നുണ്ട്. ആർസണലിന്റെ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ആർസണലും ലീഗ് വണ്ണിലെ ചാമ്പ്യന്മാരായ പാരീസ് സെന്റ് ജർമ്മൻ തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. രണ്ട് ടീമും ബോട്ടിൽഡ് ടീം എന്ന പട്ടമേറി വരുന്ന ടീമാണ്. ആർസണലെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് സീസൺ നോക്കിയാൽ മൂന്ന് സീസൺ നോക്കിയാലും ആ ടൈറ്റിൽ റേസിൽ നിന്നിട്ട് അവസാന നിമിഷം കലമൊടിക്കുന്ന ഒരു ആർസണൽ ആണ്. നമുക്ക് ഇന്നത്തെ സീസണിൽ ഈ ഒരു സീസൺ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ടൈറ്റിൽ റേസിൽ ഉണ്ടായിരുന്ന ടീം അവസാന നിമിഷം മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യന്മാരാവുന്ന നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ സീസണിലും ലിവർപൂളിനൊപ്പം കിരീട പോരാട്ടത്തിൽ നിന്നിട്ട് അവസാന നിമിഷം കലമൊടിച്ച ആർസണലാണ് ഈ സീസണിലും കാണാൻ സാധിക്കുന്നത്. അതേസമയം പാരീസ് സെന്റ് ജർമ്മൻ നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻ ലീഗിൽ ഒരു ബോട്ടിൽഡ് പട്ടമേറുന്ന ഒരു ടീമാണ് പാരീസ് സെന്റ് ജർമ്മൻ. കാരണം കഴിഞ്ഞ 2-3 സീസണുകൾ നോക്കിയാൽ ഒരുവിധം പാരീസ് സെന്റ് ജർമ്മന്റെ ആ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. 2019-2020 സീസണിൽ അന്ന് ബയേൺ മ്യൂണിക്കിനോട് ഒറ്റ ഗോളിനാണ് അന്ന് ആ ഫൈനലിൽ തോൽക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസൺ നോക്കിയാലും കഴിഞ്ഞ സീസൺ ആ സെമി ഫൈനൽ ഡോർട്ട്മുണ്ടിനോട് 2-0 ആ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ അവർ പുറത്തായിട്ടുണ്ട്. അന്ന് ഡോർട്ട്മുണ്ടും റയൽ മാഡ്രിഡും തമ്മിലുള്ള മാച്ചിൽ റയൽ മാഡ്രിഡാണ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാകുന്നത്. അതുപോലെ തന്നെ 2020-2021 സീസണിൽ ഇതേപോലെ സെമി ഫൈനലിൽ സിറ്റിയുമായി തോറ്റ് പുറത്തായിട്ടുണ്ട് അവർ. അങ്ങനെ ഒരു രണ്ട് ടീമുകളും നോക്കിയാലും ആ ഒരു ചാമ്പ്യൻ ലീഗ് എന്ന ഒരു സ്വപ്നം പേര് നടക്കുന്ന രണ്ട് ടീമുകളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ രണ്ട് ടീമിൽ ഒരു ടീം ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ നിന്ന് ആ കപ്പ് മറന്ന് വീണ്ടും പോകുന്ന ഒരു അവസ്ഥ വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു ടീം ഫൈനലിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. 2009 ശേഷം ആദ്യമായിട്ടാണ് ആർസണൽ ഒരു ചാമ്പ്യൻ ലീഗിന്റെ ഒരു സെമി ഫൈനലിൽ പ്രവേശിക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ റണ്ണെന്ന് വെച്ചാൽ 2006 ബാർസലോണയുമായിട്ട് ആ ഫൈനൽ കളിക്കുന്നു. അന്ന് ഒറ്റ ഗോൾ നടന്ന് ബാർസലോണ ചാമ്പ്യന്മാരാകുന്നത്. ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഒരു ഗംഭീര ഒരു ചാമ്പ്യൻ ലീഗ് സെമി ഫൈനൽ മാച്ച് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അത്രയ്ക്കും ഫോമിലാണ് ഇരു ടീമുകളും. ആ ഒരു കഴിഞ്ഞ കളിയിൽ നെയ്സിനോട് പാരീസ് സെന്റ് ജർമ്മൻ 3-1 തോറ്റിരുന്നു. പക്ഷെ എങ്കിൽ അവർ ഫോം ബേസ് പക്ക എന്റർടൈൻമെന്റ് ജോയ് ടു വാച്ചാണ് അവര്. കാരണം ഒരു ബോൾ വെച്ചൊരു എതിർ ടീമിനെ ടോയ് ആക്കുന്ന ഒരു പ്രകടനമാണ് പാരീസ് സെന്റ് ജർമ്മന്റെ അടുക്കൽ നിന്നും നമ്മൾ കഴിഞ്ഞ കുറെ മാച്ചുകൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലീഗിലായിരുന്നാലും ചാമ്പ്യൻ ലീഗിൽ ആയിരുന്നാലും ഒരു സൂപ്പർ ഡിഫൻസ് ഉള്ള ഒരു ടീമാണ് ആർസണൽ. ആർസണൽ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ റിയൈനിങ് ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെ 5-1 എന്നൊരു വമ്പൻ അഗ്രഗേറ്റ്, അവരുടെ ഒരു ക്ലബ് ചരിത്രത്തിൽ തന്നെ ഒരു സൂപ്പർ ഒരു കളിയിലൂടെ റയൽ മാഡ്രിഡ് എന്ന ഒരു വമ്പൻ ടീമിനാണ് അവർ തോൽപ്പിച്ച് സെമി ഫൈനൽ കടന്നിരിക്കുന്നത്. ആ ഒരു മികച്ചൊരു ആത്മവിശ്വാസത്തിലാണ് ആർസണൽ. അതുമല്ലാതെ ആർസണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ യൂറോപ്യൻ ലീഗിൽ മൊത്തത്തിൽ അത് നോക്കിയാൽ ഏറ്റവും മികച്ചൊരു ഡിഫൻസുള്ള ഒരു ടീമും അത് ആർസണൽ തന്നെയാണ്. കാരണം ഒരു ടീം ആർസണലിനെതിരെ കളിക്കുന്ന അവരുടെ ഒരു പെർ മാച്ചിൽ അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾ റേഷ്യോ എന്ന് പറയുന്നത് വെറും 0.85 ആണ്. ഒരു ടീമിനെതിരെ ആർസണൽ കളിക്കുമ്പോൾ ആർസണലിന് വരുന്ന ഒരു ഗോൾ എക്സ്പെക്റ്റഡ് റേഷ്യോ എന്ന് വെച്ചാൽ 1.85 ആണ്. അങ്ങനെ മികച്ചൊരു ഡിഫൻസും മികച്ചൊരു അറ്റാക്കിംഗ് സെൻസുള്ള ഒരു ടീമാണ് ഈ നിലവിൽ ആർസണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പറ്റം യങ്സ്റ്റേഴ്സ് അടങ്ങുന്ന അതുപോലെ തന്ത്രജ്ഞാനിയ ഒരു ലൂച്ചോ ബാർസലോണയോടൊപ്പം ചാമ്പ്യൻ ലീഗ് നേടിയ ഒരു മികച്ചൊരു പരിശീലനോടൊപ്പം ഈ സീസണിൽ മിന്നും ഫോമിലാണ് പാരീസ് സെന്റ് ജർമ്മൻ ഉള്ളത്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള ഒരു പോരാട്ടം തികച്ച ഒരു ഹോട്ട് മാച്ച് തന്നെയായിരിക്കും ഇന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഈ സീസണിൽ ഇരുവരും ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് ആർസണലായിരുന്നു 2-0 വിജയിച്ചത്. പക്ഷെ അതിനുശേഷമുള്ള പാരീസ് സെന്റ് ജർമ്മൻ വേറെ ലെവൽ കളിയാണ്. കാരണം പിടിച്ചാൽ കിട്ടാതെ ഒരു സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഒരു ലാൻഡ് ക്രൂയിസർ പാർക്ക് ചെയ്യുന്ന രീതിക്കാണ് ഇപ്പോഴത്തെ പാരീസ് ജർമ്മൻ പിള്ളേരെ കളി എന്ന് പറയുന്നത്. നമുക്കാദ്യം കളിയിലോട്ട് വരികയാണെങ്കിൽ ആർസണൽ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മിസ്സായിരിക്കും ആർസണൽ ഇന്നത്തെ കളി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കളി റയൽ മാഡ്രിഡുമായിട്ടുള്ള കളിയിൽ പാർട്ടിയും ഒഡേഗാർഡും റൈസും ആ ഒരു മിഡ്ഫീൽഡ് ഉണ്ടല്ലോ, തികച്ചും റയൽ മാഡ്രിഡിന്റെ ആ ഒരു മിഡ്ഫീൽഡിനെ കവച്ച് വെച്ചുകൊണ്ടുള്ള പ്രകടനമാണ് ആ 3 പേര് അടങ്ങുന്ന ആ മിഡ്ഫീൽഡ് കാഴ്ചവെച്ചത്. പക്ഷെ അന്ന് അനാവശ്യമായ ഒരു കാർഡ് കാരണം ഈ കളിയിൽ പാർട്ടി മിസ്സാവുന്നത്. PSG-ക്കെതിരെ പാർട്ടി കളിക്കാൻ കാണില്ല. ആ ഒരു അഭാവം എന്തായാലും ആർസണലിനെ സംബന്ധിച്ച ഒരു വലിയൊരു അടി തന്നെയായിരിക്കും. എന്നാൽ
കീവിയറും സലീബയും അതുപോലെ തന്നെ ലൂയിസ് കെല്ലിയും ടിംബർ മടങ്ങുന്ന ഡിഫൻസ് സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഓഡെഗാർഡും പകരം മെറൂനെ ആയിരിക്കും അവിടെ മിഡ്ഫീൽഡിൽ വരാൻ സാധ്യത. അതുപോലെ തന്നെ റൈസ് 3 പേരുമായിരിക്കും മിഡ്ഫീൽഡിൽ ലൈനപ്പിൽ വരാൻ സാധ്യത. അപ്പം ഫോർവേഡായിട്ട് ട്രോസാർഡും മാർട്ടിനെല്ലിയും സാക്കയായിരിക്കും. ഗോൾ കീപ്പറായിട്ട് റയ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് പാരീസ് സെന്റ് ജെർമൻ നോക്കുകയാണെങ്കിൽ ഓരോ പൊസിഷനും മികച്ച യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു ടീമാണ് പാരീസ് സെന്റ് ജെർമൻ. ഡെംബലെ ആണെങ്കിൽ ഈ സീസണിൽ 4 കളിയിൽ 38 ഗോൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാർക്കോള ആയിരുന്നാലും 18 ഗോൾ, ഡോ ആയിരുന്നാലും 10-12 ഗോൾ അടുപ്പിച്ച് ഡോയുടെ വകയുമുണ്ട്. മിഡ്ഫീൽഡർ ആണെങ്കിൽ ഒരുപോലെ ഗോൾ അടിക്കുകയും അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂപ്പർ മിഡ്ഫീൽഡാണ് പാരീസ് സെർമനെ സംബന്ധിച്ചുള്ളത്. പാരീസ് സെർമനെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിംഗറായിട്ട് കവാർഷീല ആയിരിക്കും, ഡെംബലെ, ഡോ ആയിരിക്കും ഫസ്റ്റ് ലൈനിൽ വരാൻ സാധ്യത. അതുപോലെ തന്നെ മിഡ്ഫീൽഡറായിട്ട് റൂയിസും ന്യൂവസും വിറ്റീനെ ആയിരിക്കും. അപ്പം ഡിഫൻഡേഴ്സായിട്ട് പാച്ചയും മാർക്കീനസ് ആയിരിക്കും, വെറ്ററൻ ക്യാപ്റ്റൻ മാർക്കീനസ് ആയിരിക്കും. പിന്നെ ഹക്കീം റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡിസും ആയിരിക്കും. ഗോൾ കീപ്പറായിട്ട് ഡൊണ്ണുറം ആയിരിക്കും ഫസ്റ്റ് 11 വരാൻ സാധ്യത. അപ്പം ആഴ്സണലെ സംബന്ധിച്ചിടത്തോളം ബാൾ കീപ്പ് ചെയ്യുക, ബാൾ കൺട്രോൾ ചെയ്യുക, അതായിരിക്കും ആഴ്സണലിന്റെ ആ ഒരു ഇന്നത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ അവർ പോയിന്റ് ചെയ്യുന്നത്. കാരണം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ എന്തായാലും PSG സിറ്റ് ബാക്ക് ചെയ്യില്ല. അവരുടെ പ്ലേയേഴ്സ് അവിടെ മിഡ്ഫീൽഡ് ആയിരുന്നാലും ഒന്ന് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഈ സീസണിൽ തന്നെ ഒരു മോൺസ്റ്റർ പ്രസ്സിങ് തന്നെയാണ് PSG പ്ലേയേഴ്സ് എടുക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നത്. ലൂച്ചയുടെ കീഴിൽ മികച്ച ടാക്ടീഷ്യന്റെ കീഴിൽ മികച്ചൊരു ഫോമിൽ കൂടെയാണ് പാരീസ് സെന്റ് ജെർമൻ ഉള്ളത്. അപ്പോൾ അർട്ടേറ്റയും ലൂച്ചയും തമ്മിലുള്ള ആ ഒരു ടാക്ടീഷ്യൻ യുദ്ധം കൂടെ ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലേയേഴ്സ് ആയിരിക്കും അവിടെ കളി നിയന്ത്രിക്കുന്നതെങ്കിലും മൊത്തവും നിയന്ത്രിക്കുന്നത് അർട്ടേറ്റയും ലൂച്ചയും തന്നെ ആയിരിക്കും. പാരീസ് സെന്റ് ജെർമനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സാക്കയെയും ഓഡെഗയുടെയും അവർ എങ്ങനെ വരുതിയിലാക്കാം, അതിന്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം പോകുന്നത് മെൻഡിസിനും പാച്ചയ്ക്കുമായിരിക്കും. സാക്കയിനെ ഒന്ന് തളച്ചെടുക്കുക എന്നത് മെൻഡിസിന്റെ ജോലിയായിരിക്കും. അത് തികച്ചൊരു എളുപ്പമുള്ള ജോലി അല്ല. കാരണം നമ്മൾ റയൽമാന്റെ കളിയിൽ 2 ലെഗ് നോക്കിയാലും സാക്കയായിരുന്നു റയൽമാന്റെ ഏറ്റവും വലിയ ത്രെഡ്. ആഴ്സണലെ സംബന്ധിച്ചിടത്തോളം ഡെംബലെയും കവാർഷീലയും എങ്ങനെ മാനേജ് ചെയ്യും എന്നതാണ്. കാരണം ഫുള്ള് ത്രെഡ് ആഴ്സണലിലെ ഒരു ത്രെഡ് എന്തായാലും ഡെംബലെ തന്നെ ആയിരിക്കും. പാരീസ് ജെർമന്റെ ആ ഒരു അറ്റാക്കിന്റെ ആരംഭം തുടക്കവും അവസാനിപ്പിക്കുന്നത് ഡെംബലെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഡെംബലിനെ എങ്ങനെ പൂട്ടാൻ നോക്കുക എന്നതായിരിക്കും ആഴ്സണലിന്റെ ആ ഒരു നോട്ടം. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ ഒരുപാട് മിസ് പാസുകൾ, ആ ഒരു ക്രിസ്റ്റൽ പാസിന്റെ കളിയിൽ ഒരുപാട് മിസ് പാസുകൾ ആഴ്സണൽ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. സലീബ് ആയിരുന്നാലും കഴിഞ്ഞ റയൽമാന്റെ കളിയിൽ എന്ത് ഒരു ഫോൾട്ട് കാണിച്ചു, അതേ സെയിം ഫോൾട്ട് ക്രിസ്റ്റൽ പാലസിന്റെ ഇടയിൽ കളിയിലും കാണിച്ചു തന്നു. അതിലൂടെ ഒരു ഗോൾ അവർ നേടിയിരുന്നു. ആ ഒരു മിസ് പാസുകൾ വരികയാണെങ്കിൽ എന്തായാലും ആഴ്സണൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ തികച്ചും ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ്, ഒരു പ്രെഡിക്റ്റിനൊക്കെ അപ്പുറമാണ് ഇന്നത്തെ കളി നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കോർ എന്തായിരിക്കുമെന്ന് എന്റെ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും നമസ്കാരം.